ഹലോ ഫ്രണ്ട്സ്, എന്നെ കാണാണ്ടല്ലോ. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ചൈനക്കാർ എങ്ങനെ പെണ്ണ് കിട്ടുമെന്നതാണ്. സ്വാഭാവികമായും നമ്മുടെ ഇന്ത്യയിലെ കല്യാണപ്രായം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ്. വധുവിന് 18 വയസ്സും വരന് 21 വയസ്സുമായാൽ ഇന്ത്യയിൽ ലീഗലായിട്ട് കല്യാണം കഴിക്കാനുള്ള പ്രായമായി. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണല്ലോ ചൈന. ഇന്ത്യയെക്കാളും മൂന്ന് മടങ്ങ് വലിയ വലിപ്പമുള്ള രാജ്യമാണ് ചൈന. പക്ഷേ അവിടുത്തെ കാര്യങ്ങളൊന്നും പുറം ലോകത്തേക്ക് അങ്ങനെ അറിയാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മെറ്റ, ഗൂഗിൾ, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം എന്നീ ഒരു നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പകുതിയിലധികം ആപ്സ് ഒന്നും ചൈനയിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിൻ്റേതായി അവർക്കായ ആപ്സും അവരൊക്കെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ രാജ്യത്തിനുള്ള എന്തെങ്കിലും കാര്യം നടക്കുകയാണെങ്കിൽ അത് പുറം ലോകത്തേക്ക് അറിയാൻ കുറച്ച് സമയമെടുക്കും. അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് അറിയാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ അറിയുവാൻ അത്രയ്ക്കും എളുപ്പമല്ല. പക്ഷേ ഞാൻ അങ്ങനെയാണ് ഇതൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നത്. ചൈനക്കാർ എങ്ങനെ പെണ്ണ് കിട്ടും, അവിടെ കല്യാണപ്രായം എത്രയാണ് എന്നതാണ്. ഇങ്ങനെ ഞാൻ അന്വേഷിച്ച് തന്നപ്പോൾ എൻ്റെ എങ്ങനെയോ വന്ന് പെട്ടത് ഒരു ന്യൂസ് ആർട്ടിക്കിൾ എൻ്റെ കണ്ണിൽ വന്ന് പെട്ടു. അതാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു ട്രാവൽ വ്ളോഗർ അവരുടെ ജീവിതത്തിൽ നടന്ന കഥ അങ്ങനെ നമുക്ക് പറയുകയാണ്. അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ചൈനക്കാർ എങ്ങനെ പെണ്ണ് കെട്ടും? പെൺകുട്ടികളുടെ കല്യാണപ്രായം 18, 21 അതോ 16 ഒക്കെയാണോ? എക്കായോട് മിണ്ടിപ്പറഞ്ഞ് ദോഷോ കൊട്ടാരത്തിൽ പടികയറുമ്പോൾ നാട്ടിലെ ചർച്ചകൾ ഓർത്തു. ചരിത്രം പഠിച്ച എക്കോയ്ക്ക് 33 വയസ്സായി. സോങ് രാജവംശത്തിൻ്റെ കഥ പറയുന്നതിനിടെ സ്വന്തം കഥയും എക്കോ പറഞ്ഞുകൊണ്ടിരുന്നു. ഒട്ടേറെ പദ്ധതികളുണ്ട് എക്കോയുടെ മനസ്സിൽ. ഓട്ടത്തിനിടെ കല്യാണം കഴിക്കാൻ മറന്നുപോയോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. വേണ്ടി വന്നില്ല, എൻ്റെ മനസ്സ് വായിച്ചാവും എക്കോ പറഞ്ഞു. ഞങ്ങൾ ചൈനീസ് പെൺകുട്ടികൾ ഇപ്പോൾ ജോലിയാണ് പ്രാധാന്യം. കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഹാങ് ചൗവിൽ ഒരു PR ഏജൻസിയിൽ ജോലി ചെയ്യുന്നതാണ് മുൻ ഗ്രേസിൽ 40 വയസ്സായി. ഗ്രോസിയോട് കല്യാണക്കാര്യം ചോദിക്കാതിരിക്കാനായില്ല. പറ്റിയ ആളെ കണ്ടെത്താനായില്ലെന്നാണ് ഉത്തരം. പഴയ തലമുറകളിലായിരിക്കെ നേരത്തെ കല്യാണം കഴിക്കുമായിരുന്നു. പക്ഷേ മില്ലേനിയം കുട്ടികൾ അങ്ങനെയല്ല. പെൺകുട്ടികൾക്ക് ജോലിയും ജീവിതമാണ് പ്രാധാന്യം. അവർക്ക് ജീവിക്കാൻ ഒരു പുരുഷൻ്റെ സഹായം ആവശ്യമില്ല. മെച്ചപ്പെട്ട ജോലി കണ്ടെത്തുകയാണ് ലക്ഷ്യം. അതിനിടെ പങ്കാളിയെ തിരയാൻ സമയമില്ല. പെൺകുട്ടികളുടെ യാത്ര പോലും ഒറ്റയ്ക്കാണ്. കഴിഞ്ഞ വർഷം തനിച്ച് ഡൽഹിയിലും ജയ്പൂരിലും ആഗ്രയിലുമൊക്കെ കണ്ടു മടങ്ങിയ ഗ്രേസ് പറഞ്ഞു. ചൈന വളരുകയാണല്ലോ. ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ തുറന്നു കിട്ടുന്നു. കുട്ടികൾക്ക് അതിലാണ് ശ്രദ്ധ. കല്യാണവും പ്രസവവുമൊക്കെ രണ്ടാമതേയുള്ളൂ. ഈസോ ഷാങ് ആണ് പറഞ്ഞത്. നഗരങ്ങളിൽ ഈ പ്രവണത കൂടുതലാണെന്നും ബെയ്ജിങ് സ്വദേശി ഹച നിങ്സിൻ സാക്ഷ്യപ്പെടുത്തി. ബെയ്ജിങ്, ഷാങ്ഹായ്, ഹാൻചൗ തുടങ്ങിയ വൻ നഗരങ്ങളിൽ ഇപ്പോൾ ഒട്ടേറെ അവസരമുണ്ട്. നല്ല ജോലി ലഭിക്കണമെങ്കിൽ നന്നായി പഠിക്കണം. കുട്ടികൾ ശ്രദ്ധ ഇതിൽ മാത്രമാണ്. ഇത് രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. ജനസംഖ്യയിലെ അലട്ടുന്നു. ചൈന ലീയുടെ ലേഖീകരണത്തിനായി നീസെൻ പറഞ്ഞു. പെൺകുട്ടികൾക്ക് വിവാഹത്തോടുള്ള വിരക്തി പോലും കുടുംബങ്ങളിലെ വലിയ പ്രശ്നങ്ങളുണ്ട്. വിവാഹമോചനങ്ങൾ കൂടുന്നതും ആശങ്കയാണ്. മാധ്യമപ്രവർത്തകയായ ഏപ്രിൽ പറയുന്നു. ഒരാളെ തന്നെ പ്രണയിച്ച് കല്യാണം കഴിക്കുക എന്ന സങ്കല്പം ചൈനീസ് പെൺകുട്ടികൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. എന്തിന് വെറുതെ കല്യാണം കഴിച്ച് സമയം പാഴാക്കണം? ഇത് പൈസയുണ്ടാക്കേണ്ട പ്രായമല്ലേ. മാത്രവുമല്ല, നമുക്ക് ചേർന്ന ആളെ കണ്ടെത്തുക എന്നതും ബുദ്ധിമുട്ടാണ് എന്നതാണ് ചൈനീസ് പെൺകുട്ടികൾ പറയുന്നത്. യെൻ ചേൻസ് സംശയമില്ല. ഈ പെൺകുട്ടികൾ പുതിയ ചൈനയുടെ പരിച്ഛേദമാണ്. ചൈനയിൽ പെൺകുട്ടികളുടെ നിയമാനുസൃതമായ വിവാഹപ്രായം 20 ആണ്. ഗൈസ്, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ചൈനയിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് 20 ആണ്. ഇത്രയും കാലം ആർക്കും അറിയില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. മാത്രമല്ല, നമ്മുടെ ഇന്ത്യക്കാർക്ക് ചൈനയെക്കുറിച്ച് അത്രയ്ക്കൊന്നും അറിയില്ല ഗൈസ്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ വാർത്തകളൊന്നും നമ്മുടെ ഇന്ത്യയിൽ അത്രയ്ക്കും അറിയില്ല. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, അവരുടെ തൊട്ട് കിടക്കുന്ന നമ്മുടെ ഇന്ത്യ പോലുള്ള അയൽ രാജ്യങ്ങൾക്ക് പോലും അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒന്നും അറിയില്ല. ചൈനക്കാർ തന്നെ ചൈനയിലുള്ള ഗവൺമെൻറ് എന്തെങ്കിലും പുറത്ത് വിടുകയാണെങ്കിൽ മാത്രമേ
പുറം ലോകത്തിന് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ പെൺകുട്ടികൾ പുതിയ ചൈനയുടെ പരിച്ഛേദമാണ് ചൈനക്കാർ പറയുന്നത്. സമൂഹ വിവാഹങ്ങൾക്ക് പേരുകേട്ട ഹാങ്ഹായിലെ റോസ് വെഡ്ഡിംഗ് ഇക്കുറി നയതന്ത്രമായ യുവാക്കളാണ് പേര് കൊടുത്തത്. നാമമാത്രമായി ഗൈസ് അവിടെ പറയുന്നത് വിവാഹം കഴിക്കാനായിട്ട് മണ്ഡപങ്ങൾ കുറേ ഉണ്ടെങ്കിലും പക്ഷെ അതൊന്നും വിവാഹങ്ങൾക്ക് വേണ്ടി ആരും അങ്ങനെ എടുക്കുന്നില്ല എന്നാണ്. അവിടെ വിവാഹങ്ങൾ നടക്കുന്നില്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഭൂരിഭാഗം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് വിവാഹം കഴിക്കാൻ അത്രയ്ക്കും താല്പര്യമില്ല. 100 പേരുണ്ടെങ്കിൽ അതിലൊരു 40-50 പേര് മാത്രമേ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. ബാക്കി പകുതി ജനസംഖ്യയും വിവാഹം കഴിക്കുവാൻ അത്രയ്ക്ക് താല്പര്യമില്ലാതെയാണ് ഇപ്പോൾ ചൈനയിലെ ജനങ്ങൾ കടന്നു പോകുന്നത്. ജനസംഖ്യാ നിരക്ക് 61 വർഷത്തെ താഴ്ന്ന നിരക്കാണ് രേഖപ്പെടുത്തിയതെന്ന് ആശങ്കപ്പെട്ട് സർക്കാർ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാവണമെന്ന് പറയുന്നതിനിടെ ഒരു തലമുറ വിവാഹം തന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. വിവാഹ നിരക്കിൽ സമീപകാലത്ത് 39% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയിൽ നിന്ന് സകലവും ഇറക്കുമതി ചെയ്യുന്ന കൂട്ടത്തിൽ ഇനി ഇതും കൂടി വരുമോ? കേരളത്തിലെ യുവാക്കൾക്ക് ജാഗ്രത. ഗൈസ്, അതിലൊന്നും പേടിക്കാനില്ല. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കല്യാണം കഴിക്കുന്ന പ്രായം കൂടിയിട്ടുണ്ട് എങ്കിലും പക്ഷേ കല്യാണം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നത് അത്രയ്ക്കും വിരളമായ കുറച്ച് പേര് മാത്രം നമുക്ക് ഇപ്പോഴും നമ്മുടെ സമുദായത്തിൽ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഗൈസ്, നമ്മുടെ ഈ വികസിത രാജ്യങ്ങളിലെല്ലാം ഈ വിവാഹത്തിൻ്റെ പ്രായം കൂടുതലും അവിടെ ഈ ഡൈവേഴ്സിൻ്റെ എണ്ണം കൂടി വരികയുമാണ്. ഉദാഹരണം നമ്മുടെ വികസിത രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഗൈസ്. UK, അമേരിക്ക, ജപ്പാൻ, ചൈന, സൗത്ത് കൊറിയ എന്നീ രാജ്യങ്ങളിലൊക്കെ വിവാഹങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് 1 വർഷമോ 2 വർഷമോ മാത്രമാണ് ആ വിവാഹ ജീവിതത്തിലൂടെ നീണ്ടുപോകുന്നത്. അവരൊക്കെ ഡൈവേഴ്സിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അമേരിക്കയിൽ തന്നെ നോക്കിക്കോളൂ ഗൈസ്, 60% ഒരു 100 പേർക്ക് കല്യാണം നടക്കുകയാണെങ്കിൽ അതിൽ 50% പേരും ഡൈവേഴ്സായി പോവുക എന്നതാണ് അവിടുത്തെ ഒരു പുതിയ കണക്ക് വരുന്നത്. ഇത് ചൈനയിൽ വളരാനുള്ള സ്വാഭാവികമായൊരു കാരണമെന്ന് പറയുന്നത് അവിടെ സാമ്പത്തികമായി നന്നായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ജനങ്ങളാണ്. അവർക്ക് സാമ്പത്തികമായി മുന്നോട്ട് പോകാനാണ് താല്പര്യം. അപ്പോൾ ഈ വിവാഹം, ഇങ്ങനത്തെ ജീവിതം എന്നിവയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് കുറച്ച് കുറയുമോ അല്ലെങ്കിൽ നമുക്കതിൽ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല എന്ന ഒരു ചിന്തയാണ് ഇപ്പോഴത്തെ യങ് ജനറേഷന് വന്നിരിക്കുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. നമ്മുടെ ചൈനയിൽ വിവാഹപ്രായം പെൺകുട്ടികൾക്ക് എന്നത് 20 വയസ്സാണ്. പക്ഷേ ഇതിലൊക്കെ ഗൈസ് ഞാൻ നോക്കി ആൺകുട്ടികൾക്ക് എത്ര വയസ്സാണ് അവിടെ വിവാഹം കഴിക്കാൻ എന്ന് ഞാൻ കണ്ടില്ല. നിങ്ങൾ കാണുകയാണെങ്കിൽ ഗൈസ് കമൻറ്റ് ചെയ്യൂ. എന്തെങ്കിലും സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ ഗൈസ് കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഞാൻ അതിനുള്ള ഉത്തരം പറയുന്നതായിരിക്കും. എല്ലാവർക്കും വിട പറയുന്നു ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും പറയുന്നതാണ് ഗൈസ്, പക്ഷേ നമുക്കിത് പറയാൻ നിവർത്തിയില്ല. പറയുകയാണെങ്കിൽ എല്ലാവരും ചെയ്യുകയുള്ളൂ എന്നൊന്നുമില്ല ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ചാനൽ ന്യൂ ആണ്.